നൈമിഷികമാണ് നമ്മുടെ ഈ അതിരുകൾ. അനശ്വരമായ ലോകവും അനശ്വരമായ ജീവിതവും യഥാർത്ഥ ജീവിതം, ഈ സ്വപ്ന ലോക സമാനമായ ജീവിതത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിന്റെ മനോഹാരിതയിലേക്ക് കണ്ണു തുറക്കുന്നത് മരണമെന്ന 3 അക്ഷരം കൊണ്ടാണെന്ന് പലപ്പോഴും കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പല മയ്യത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ അതിരുകൾക്കപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനും സാധ്യമാകുന്നില്ല? അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ആ പരലോക മോക്ഷം ലക്ഷ്യമാക്കുമ്പോഴാണ് അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പ്രചോദിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഉള്ളിൽ നിന്നും സുഗന്ധപൂരിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അഹങ്കാരം ഉണ്ടാവൂല, മാത്സര്യ ബുദ്ധി ഉണ്ടാവൂല, അന്യവനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയില്ല. നമ്മുടെ ലക്ഷ്യം വലിയൊരു ലക്ഷ്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ പള്ളിയിലേക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ പരിസര മഹല്ലുകളിൽ നിന്ന് നിങ്ങൾ വരുന്നതിന് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച് അത്തുറൊക്കെ പൂശി വളരെ റാഹത്തായി ഭാര്യയോട് സലാമൊക്കെ പറഞ്ഞു വന്നു. അത്രയും തയ്യാറെടുപ്പ് ആവശ്യമാണ്. ആ തയ്യാറെടുപ്പ് മതിയാവും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. നിങ്ങൾ എന്തിനാണ് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ചില തയ്യാറെടുപ്പ് ആവശ്യമാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നതെങ്കിൽ കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. 1-2 ദിവസത്തെ ഡ്രസ്സ് വേണ്ടി വരും. വെള്ളം, നല്ല വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ള ചിലപ്പോൾ ക്യാനിൽ കരുതേണ്ടി വരും. ട്രെയിനാണോ അങ്ങനെ, ഫ്ലൈറ്റ് ആണോ അങ്ങനെ, കാറിലാണോ അങ്ങനെ, ഓരോ യാത്രക്കനുസരിച്ച് തയ്യാറെടുപ്പുകളുടെ ഭാരം കൂടും. അതാണ് പറഞ്ഞത്, ദൂരം കൂടുന്നതനുസരിച്ച് ഭാരം കൂടും. ദൂരം കൂടുന്നതനുസരിച്ച് ഭാരം കൂടും. തിരുവനന്തപുരം എയർപോർട്ടിലേക്കോ കരിപ്പൂരിനോ ഒക്കെയാണ് നിങ്ങൾ ഫ്ലൈറ്റ് കയറുന്നതെങ്കിൽ മാക്സിമം ഭാരം വരെ നമ്മൾ തൂക്കി നോക്കിയിട്ടാണ് പോകുന്നത്. വെയിറ്റ് കൂടാണ്, ദൂരം കൂടുന്നതനുസരിച്ച് ഭാരം കൂടാണ്. ഒന്ന് കാര്യമായി നമ്മൾ ചിന്തിച്ചു നോക്ക്, എത്ര വഴി ദൂരത്തേക്കാണ് മരണലോകത്തേക്കുള്ള പരലോകത്തേക്കുള്ള യാത്രയുടെ വഴി ദൂരം. ഒരർത്ഥത്തിൽ ചിന്തകൾക്കപ്പുറത്താണ്. എന്ത് മുതലാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഓ മുഅ്മിനീങ്ങളെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ആ യാത്ര കുറെ ദോഷങ്ങളോ, കുറെ പാപഭാരങ്ങളോ, കുറെ വിഴുപ്പലക്കലുകളോ? ഈ ദുനിയാവിനോടുള്ള സ്നേഹമല്ലാതെ അതിരുകൾക്കപ്പുറത്തേക്കുള്ള ആത്മാർത്ഥമായ ചിന്തയുടെ മൂടുപടം മാറ്റിയിട്ടുള്ള ഒരു കാര്യമായ ചിന്ത എത്ര ആളുകൾക്കുണ്ട്? അവിടെയാണ് ഈമാൻ ഉണ്ടാവുക. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ യാത്രയ്ക്ക് ഒരുങ്ങാൻ